ഈ ഒരു ബീഫ് ഉലർത്തിയതുണ്ടെങ്കിലുണ്ടല്ലോ എന്തും പോകും അതിൻ്റെ കൂടെ. ഇടിയപ്പവും പുട്ടും ചപ്പാത്തിയും പത്തിരിയും പൊറോട്ടയും പിന്നെ ചോറിൻ്റെ കൂടെ നല്ല മോരുകറി കൂട്ടി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 1.5 കിലോ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒട്ടും വെള്ളമില്ലാതെ എടുക്കാം. ബീഫിൽ കുറച്ച് നെയ്യും എല്ലും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കുമേ. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചതും 5-6 പച്ചമുളക് നെടുകെ പിളർന്നതും 2 ടേബിൾ സ്പൂൺ ക്രഷ്ഡ് ചില്ലിയും 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. മസാലയൊക്കെ ഈ ബീഫിൽ പിടിച്ചതിന് ശേഷം ഒട്ടും വെള്ളം ഒഴിക്കാതെ 1/4 വേവ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവേ. ഞാനൊരു 4 വിസിലടിച്ചപ്പോൾ തീ ഓഫ് ചെയ്ത് അപ്പോൾ ഏകദേശം 1/4 വേവായിട്ട് കിട്ടിയായിരുന്നു. നിങ്ങളുടെ കുക്കറിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാവേ. ഒട്ടും വെള്ളമില്ലാതെ വേവിച്ച ബീഫാണ്. നോക്കിക്കേ എന്തോരം വെള്ളമാണുള്ളത്. ഇനി ഇതൊന്ന് വറ്റി വരുമ്പോഴത്തേക്ക് 1 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ കുരുമുളകും ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആക്കി എടുക്കണ്ട. ഇനി നല്ല ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഞാനിത് കഴിച്ചത്. ഉച്ചക്ക് ചോറിൻ്റെ കൂടെ നല്ല മോര് കറിയും കുട്ടിയും കഴിച്ചായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫോളോ ചെയ്ത് കൂടെ കൂട്ടാനും മറക്കരുത് കേട്ടോ.